പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ദൂരെ ഒരു വലിയ കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗത്തുണ്ട്. അശോക് ഓപ്യം സംഘടിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയതിലാണ് അത് വെട്ടപ്പെടുന്നത്. അതിൻ്റെ പ്രത്യാഘാതം ഈ നോവലിൻ്റെ അവസാനം വരെ തുടരുന്നുമുണ്ട്. രക്തബന്ധത്തിൻ്റെ പുറത്തുള്ള സ്വത്തവകാശത്തെപ്പറ്റിയും അശോക് ജിമ്മിനോട് സംസാരിക്കുന്നുണ്ട്. രക്തത്തിന് കട്ടികൂടുമെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടെങ്കിലും സ്നേഹത്തിൻ്റെ ഗാഢമായ ഒഴുക്കിന് മുന്നിൽ രക്തബന്ധത്തിന് മടിച്ചു നിൽക്കേണ്ടി വരുന്നത് നമ്മൾ ഈ നോവലിൽ കാണും. വേലിക്കുറുപ്പിൻ്റെ ഭാര്യയുടെ മക്കൾ മാത്രമായ ശ്രീധരമേനോനും സുഗുവിനും ഭദ്രയ്ക്കും അദ്ദേഹത്തോടുള്ള സ്നേഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും സ്വയം മാറി നിന്ന് പോകുന്നതും നമുക്ക് കാണാം. ചില എഴുത്തുകാരെങ്കിലും ഭാവി കാണുന്നവരാണ്. 70കളുടെ തുടക്കത്തിലിരുന്ന് വിലാസിനി ഭയന്ന ഭൂമിയുടെ നാശങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വായിക്കാം 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. കാലുറയുടെ കീശയിൽ കൈയിട്ടു. കീശ ശൂന്യമാണെന്ന സംഗതി മറന്നുപോന്നു. ജിം അരയിലെ ബെൽറ്റ് ഒന്ന് വലിച്ചു മുറുക്കി. വീതിയേറിയ പാത മുറിച്ചു കടക്കാൻ ഭാവിച്ചു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഹോൾഡൻ കാർ മുന്നിൽ വന്നു നിന്നു. ഒന്നും ഞെട്ടാതിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. കാർ വഴിയരിയിലേക്ക് ചേർത്ത് നിർത്തി അശോക് പുറത്തിറങ്ങി. കോലാലംപൂർക്ക് പോകേണ്ടതുണ്ട്. എനിക്കറിയാം, പപ്പ ഡോക് പറഞ്ഞു. ജിം താടി തലോടി ആശങ്കയോടെ അറിയിച്ചു. എന്നെയും കൂടി കൊണ്ടുപോകുമോ? എനിക്ക് വിരോധമില്ല, പക്ഷെ അമ്മയെന്ന കോടാലി കൂടെയുണ്ട്. അവർക്ക് നിന്നെ ഇഷ്ടമല്ലെന്നറിയാമല്ലോ. ഓക്കെ, ഞാൻ ബസ്സിന് പൊയ്ക്കോളാം. സോറി ചം. നെവർ മൈൻഡ്, കം ഓൺ, ലെറ്റ്സ് ക്രോസ്. തിരക്കില്ലാത്ത നിരത്ത് മുറിഞ്ഞു കിടക്കുമ്പോൾ അശോക് പറഞ്ഞു, ഒരു പുതിയ സന്ദർഭം കൈവന്നേക്കാം. എന്ത് സന്ദർഭം? സാധിച്ചാൽ ഉഗ്രനായിരിക്കും. ലൈക്ക് ഔട്ട് ഓഫ് സൈറ്റ്. ഗ്രൂവി, റിയൽ ഗ്രൂവി. എന്താ സംഗതി? ഓപ്പിയം. ഓപ്പിയം വിൽ സ്റ്റോൺ യു, വിൽ ഗിവ് യു എ റിയൽ ട്രിപ്പ്. ഓ, ഓപ്പിയം ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. കറുപ്പ് പുകയ്ക്കുന്നതിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ തരപ്പെട്ടിട്ടില്ല. ഒക്കുമോ? ഭാഗ്യമുണ്ടെങ്കിൽ. എപ്പോഴേക്ക് ശരിപ്പെടും? കുറച്ചു ദിവസം പിടിക്കും. ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞ് കോലാലംപൂരിൽ പോകുമ്പോൾ കൂടുതൽ അറിയാം. വളരെ രഹസ്യമായിട്ട് വേണം. മാൻ, യു ആർ എ കൂൾ ക്യാറ്റ്. ജിം അശോകിനെ അഭിനന്ദിച്ചു. അതുപോട്ടെ, തൽക്കാലത്തേക്ക് വല്ലതുമുണ്ടോ? ഉവ്, ഭയപ്പെടേണ്ട. ജെട്ടിയിൽ ചെന്നിട്ടാവാം. റോഡിന്റെ മറുവശത്തെ നടപ്പാതയിലേക്ക് കയറി. കായലിന്റെ വക്കത്തുള്ള അരമതിലിനും റോഡരികിൽ വേലി പോലെ കത്തിരിച്ചു നിർത്തിയ മൈലാഞ്ചി ചെടികൾക്കും ഇടയ്ക്കുള്ള കോൺക്രീറ്റ് വിരിച്ച നടപ്പാത. ഇടയ്ക്കിടെ ചായം പൂശിയ ഇരുമ്പ് ബെഞ്ചുകളുമുണ്ട്. അവയിൽ ആരും ഇരിക്കുന്നില്ല. വൈകുന്നേരമേ തിരക്ക് കാണൂ. സാൻ ഫ്രാൻസിസ്കോയിലെ യൂണിയൻ സ്ക്വയറിൽ ഉച്ചയ്ക്ക് മുമ്പാണ് തിരക്ക്. വെയിൽ കായാൻ വന്നിരിക്കുന്ന കിഴവന്മാർ അസംഖ്യമായിരിക്കും. വെള്ളത്തിലേക്ക് മുട്ടുകുത്തി നിൽക്കുന്ന ജെട്ടിയിലേക്ക് കയറി. കെട്ടിയിട്ട വഞ്ചികൾ ഇരുവശത്തും അരയിൽ ചാഞ്ചാടുന്നു. നമുക്കിവിടെ ഇരിക്കാം. അശോക് ഒഴിഞ്ഞ ഒരു ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അധികം ഇരിക്കാൻ നേരമില്ല, എന്നാലും ഒന്ന് പുകയ്ക്കാതെ പറ്റില്ല. അശോക് കൊടുത്ത കഞ്ചാവ് സിഗരറ്റ് കൊളുത്തി ജിം ബെഞ്ചിലിരുന്ന് കാല് നീട്ടി. ജെട്ടിയിൽ അങ്ങിങ്ങായി 4-5 പേരേയുള്ളൂ. ഇപ്പോഴൊന്നും ബോട്ടില്ലായിരിക്കാം. നിരത്തിലൂടെ ഇടയ്ക്കിടെ ഓരോ കാറ് കടന്നു പോകുന്നുണ്ട്. പീടികകളിൽ വലിയ തിരക്കില്ല. സ്കൂൾ കെട്ടിടം പോലെ നീണ്ടുകിടക്കുന്ന റെസ്റ്റ് ഹൗസിന്റെ ചുമര് വെയിലത്ത് തീത്തകിട് പോലെ തിളങ്ങുന്നു. പ്രവേശന ദ്വാരത്തിന്റെ വലതുഭാഗത്ത് നാട്ടിയ വലിയ കാറ്റാടി യന്ത്രം നിശ്ചലമാണ്. ടവർ ക്ലോക്കിൽ മണി 10 ആവുന്നു. എനിക്കിപ്പോൾ ഈ കഞ്ചാവൊന്നും പോരാ ചങ്ങാതി. അശോക് സിഗരറ്റിന്റെ പുക ഊതിപ്പറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അല്പം ആസിഡോ മറ്റോ തന്നെ വേണം. എന്താ സംഗതി? അശോക് മറുപടി പറഞ്ഞില്ല. സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന കറുത്ത താടി തലോടി കടലിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അശോകിനെ ഒരിക്കലും ഇങ്ങനെ മൂകനായി കണ്ടിട്ടില്ല. തലയിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട്. രാജിയുടെ സംഗതിയിൽ പുതിയതെന്തെങ്കിലും സംഭവ വികാസങ്ങൾ? എന്തായാലും പറയുന്നെങ്കിൽ പറയട്ടെ, ചോദിക്കണ്ട. റെസ്റ്റ് ഹൗസിന്റെ മേൽപ്പൂരയുടെ മീതെ കുന്നിൻപുറങ്ങൾ കാണാം. അവിടെ എവിടെയോ ആണ് ഗ്രാൻഡ്പാ കുറുപ്പിന്റെ
വീട്. ബാൽക്കണിയിൽ രാജി, വെളുത്ത വെള്ളയുടുത്ത ദേവത. അശോകന്റെ മുഖത്തു നോക്കാൻ മടി തോന്നി. കണ്ണുകളെ അഴിമുഖത്തേക്ക് തിരിച്ചു. ആ തുരുത്തിന്റെ പേരെന്താ? അവിടെ അഴിമുഖത്ത് കാണുന്ന തുരുത്ത്. പുലാവു നൂറി. അശോക് പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ നിവർന്നിരുന്ന് ചോദിച്ചു. മനുഷ്യന് സ്വത്തിലുള്ള ഭ്രമ എന്നെങ്കിലും തീരുമോ ജിം? നമ്മുടെ തലമുറയ്ക്ക് ശേഷമെങ്കിലും? ജിം പുരികം കൊട്ടി. എന്തേ? ഓരോരുത്തരുടെയും ഭ്രാന്ത് കാണുമ്പോൾ തോന്നിപ്പോവുകയാണ് ഒരിക്കലും തീരില്ല എന്ന്. തീരാനിടയില്ല. മനുഷ്യ സ്വഭാവമാണത്. നീചമായ ഒരു സ്വഭാവമാണ് അത്. നീചപ്രവൃത്തികൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ഹേയ് നിർത്ത് വേദാന്തം. ഇതൊന്നും പുതുമയുള്ളതല്ല. എന്താ നീ പറഞ്ഞുകൊണ്ടുവരുന്ന സംഗതി? സംഗതി എന്നെ ബാധിക്കുന്നതാണ്. സ്വത്തിന്റെ പേരിൽ വലിയൊരു കലഹത്തിന്റെ വക്കത്താണ് ഞങ്ങളുടെ കുടുംബം എത്തിയിരിക്കുന്നത്. അമ്മയാണ് ഒന്നാം പ്രതി. അതാണ് സങ്കടം. ഞങ്ങൾക്കെല്ലാവർക്കും സുഖമായി ജീവിക്കാനുള്ളത് അച്ഛൻ സമ്പാദിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് അതൊന്നും പോരാ. ഇനിയും വേണം എന്നാണ്. എനിക്കാകപ്പാടെ വെറുപ്പാണ് തോന്നുന്നത്. ശ്വാസത്തിലാണ് അശോക് പറഞ്ഞത്, മനസ്സിലെ കലം ഒന്നിച്ചിറക്കി വെക്കുന്നത് പോലെ. എല്ലാം നിസ്സാരമായി തള്ളുന്ന സ്വഭാവക്കാരനായിട്ടാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇന്ന് പാടെ ഉലഞ്ഞിരിക്കുന്നു. ജിം സുഹൃത്തിനെ സഹാനുഭൂതിയോടെ നോക്കി. സ്വത്തിലുള്ള ഭ്രമം എന്തെങ്കിലും തീരുമോ എന്ന് ചോദിക്കുന്നു. ചിരിയാണ് വരുന്നത്. തീരുന്ന ഒന്നായിരുന്നുവെങ്കിൽ അച്ഛൻ എന്നേ തീർന്നിരിക്കണം. 7 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും വസ്തുക്കൾ എവിടെ തിരിമറിക്കാനുണ്ടെന്നാണ് കാലത്ത് വൃത്താന്ത പത്രം എടുത്താൽ ആദ്യത്തെ നോട്ടം. ദൂരെയാണെന്ന് പറഞ്ഞുകൂടാ. അടിയിലുള്ളത് മറ്റൊന്നാണ്. ഭദ്രത പോരെന്ന തോന്നൽ, അരക്ഷിതത്വ ബോധം. പോരാതെ വന്നാലോ, പോയാലോ എന്ന പേടി. അതുകൊണ്ട് സ്വത്തിൽ മുറുകെ പിടിക്കുന്നു. കൂടുതൽ സമ്പാദിക്കാൻ യത്നിക്കുന്നു. സ്വത്ത് ശക്തി നൽകുന്നു, അതേസമയം ഭയവും. എത്ര സ്വത്തുണ്ടായാലും ഒരു നിമിഷം കൊണ്ട് നശിക്കാം. സമൂഹത്തിൽ നടമാടുന്നത് കാട്ടിലെ നിയമമാണ്. കരുത്തുള്ളത് കരുത്ത് കുറഞ്ഞതിനെ വിഴുങ്ങുന്ന മീൻമുറ. വിഴുങ്ങപ്പെടാതിരിക്കാൻ കൂടുതൽ വിഴുങ്ങുക. എന്തോ ആയിക്കോട്ടെ എന്ന് വെക്കാമായിരുന്നു. എന്നെ ഒരു കരുവാക്കാനുള്ള ശ്രമം കൂടി ഇല്ലായിരുന്നെങ്കിൽ. അശോക് വെറുപ്പോടെ പുക തുപ്പി. വരട്ടെ ഇങ്ങോട്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് മാൻ, ജിം നിസ്സാരഭാവത്തിൽ പറഞ്ഞു. സ്വത്തിന്റെയും ധനത്തിന്റെയും പേരിൽ വഴക്കടിക്കുന്നവരെ തടയാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് എന്താ, ഒഴിഞ്ഞു നിന്നാൽ കഴിഞ്ഞു. അതല്ലേ സാധ്യമല്ലാത്തത്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൂടി കരുവാക്കാനാണ് പദ്ധതി. അത് നടക്കില്ല. ജിം മറുപടി പറഞ്ഞില്ല. കാറ്റിലൂടെ നേർത്ത ചകചക ശബ്ദം ഒഴുകിയെത്തിയിരുന്നു. കായലിൽ അകലെ എവിടെയോ ഒരു ബോട്ട് പോകുന്നുണ്ട്. ജിം, ഞാൻ ഇന്നാളൊരു സംഗതി സൂചിപ്പിച്ചില്ലേ, രാജേശ്വരി എന്ന പെൺകിടാവിന്റെ കാര്യം? ജിം ചെവി വട്ടം പിടിച്ചു. വിവാഹാലോചനയുടെ അല്ലേ? അതെ, അത് തന്നെ. അത് ഞാൻ കരുതിയതുപോലെ അല്ല. വലിയൊരു കെണിയാണ്. എന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചത് അമ്മ എന്നെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ് ആ പ്ലാൻ ഇട്ടതെന്നാണ് പ്രധാന ലക്ഷ്യം. പക്ഷെ അതല്ല. ഞാൻ ചൂണ്ടയിലെ ഇര മാത്രമാണ്. വ്യക്തമായില്ല? വല്ലിച്ചന്റെ മിസ്റ്റർ MV കുറുപ്പിന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കുകയാണ് അമ്മയുടെ പ്രധാന ലക്ഷ്യം. ഇങ്ങനെയൊരു ബന്ധത്തിലൂടെ. അതാവണമെന്നില്ല. നിന്റെ അമ്മയ്ക്ക് ആദ്യം പറഞ്ഞ ഉദ്ദേശമേ ഉണ്ടാവൂ. അതെല്ലാ അമ്മമാർക്കും തോന്നാവുന്നതുമാണ്. നിനക്കെന്റെ അമ്മയെ ശരിക്കും അറിയില്ല. പോരെങ്കിൽ അവർക്കൊരു ഉപദേശകനുണ്ട്, അവരുടെ സഹോദരൻ. ഡിക്കൻസിന്റെ നോവലിൽ നിന്നിറങ്ങി വന്ന ഒരു കഥാപാത്രമാണ്. ജിം മറുപടി പറയാതെ കായലിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ബോട്ട് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ചകചക ശബ്ദം കുറെ കൂടി അടുത്തു വരുന്നുണ്ട്. അശോക് പറയുന്നത് മുഴുവൻ മനസ്സിലാവുന്നില്ല. കെട്ടുപടഞ്ഞ കഥയിലെ പല ഇഴകളിലൊന്നിന്റെ തുമ്പ് മാത്രമാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതും തനിക്ക് അപരിചിതമായ ബന്ധ സംവിധാനത്തിന്റെ നൂലാമാലകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന തുമ്പ്. ഓഫ് വിത്ത് ഇറ്റ് അശോക്. വാട്ട്സ് റിയലി ബഗിങ് യു മാൻ? ഇറ്റ്സ് വെരി സിമ്പിൾ. അശോക് കാലിൽ കാല് കയറ്റി വെച്ചു. They want me to become a hustler, a squire. ജിം താടി തലോടി.
ഇനിയും വിശദീകരിക്കുക എന്ന മട്ടിൽ അശോകിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എനിക്കറിയാം ഞാൻ പറയുന്നത് മുഴുവൻ നിനക്ക് പിടികിട്ടുന്നില്ലെന്ന്. അശോക് കുത്തിക്കെടുത്തി സിഗരറ്റിന്റെ കുറ്റി മരയഴിക്ക് മീതെ കായലിലേക്ക് ഇട്ടു. സംഗതി ചുരുക്കത്തിലാണ്. എൻ്റെ വല്യച്ഛന് ഒരുപാട് സ്വത്തുണ്ട്. എൻ്റെ അച്ഛന് അത്രയില്ല. അമ്മയ്ക്ക് വളരെ നാളായിട്ടുള്ള ആഗ്രഹമാണ് വല്യച്ഛൻ്റെ സ്വത്ത് കൈവശമാക്കണമെന്ന്. ഇപ്പോൾ അതിനൊരു സന്ദർഭം വന്നിരിക്കുന്നു. വല്യച്ഛൻ്റെ സ്വത്തിൽ ഭൂരിഭാഗവും രാജേശ്വരിക്കായിരിക്കും കിട്ടുക. ഞാൻ അവളെ വിവാഹം ചെയ്താൽ അതെൻ്റെ നിയന്ത്രണത്തിൽ എന്ന് വെച്ചാൽ അമ്മയുടെ നിയന്ത്രണത്തിൽ വരുമല്ലോ. സംഗതി എത്ര സരളമാണ് അല്ലേ? വെറുപ്പ് കലർന്ന സ്വരത്തിലാണ് അശോക് പറഞ്ഞവസാനിപ്പിച്ചത്. നീ എന്തു പറയുന്നു ഇപ്പോൾ ജിം? മുഖത്ത് കൃത്രിമമായ ഉല്ലാസം വരുത്തി തമാശ പറയുന്ന മട്ടിലാണ് അശോക് ചോദിച്ചത്. ഉഗ്രൻ ഏർപ്പാടല്ലേ? ജിം മൗനം ഭഞ്ജിച്ചില്ല. അശോക് വിപരീത അർത്ഥത്തിലാണ് പറയുന്നതെന്ന് വ്യക്തമായിരുന്നു. എങ്കിലും അല്പം അസ്വാസ്ഥ്യം തോന്നി. അശോക് രാജിയെ വിവാഹം കഴിക്കുക എന്തോ ഒരു വല്ലായ്മ. ഇവൻ അവളെ കല്യാണം കഴിക്കാൻ അർഹനല്ല എന്നൊരു തോന്നൽ. രാജി തനിക്ക് ആരുമല്ല. എങ്കിലും ഞാൻ തന്നെ ഉത്തരം പറയാം. അശോക് തുടർന്നു. നല്ല ഏർപ്പാടാണ്. ഒന്നാം തരം. എനിക്ക് സുന്ദരിയായ ഒരു ഭാര്യ, യഥേഷ്ടം പണം. അമ്മയ്ക്ക് ചിരകാലാഭിലാഷം നിറവേറുകയും ചെയ്യും. എല്ലാവർക്കും സന്തോഷമാവാൻ ഇതിൽ പരം എന്ത് വേണം? അശോക് ചിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ചിരിച്ചില്ല. അശോകിന്റെ മുഖത്ത് പതിവില്ലാത്ത തരത്തിൽ വിഷാദമാണ് നിഴലിച്ചിരുന്നത്. ഇവർക്കാർക്കും മനുഷ്യത്വമില്ല ജിം. അതെന്താ? അവർക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം അവർ പറഞ്ഞു. ഇങ്ങനെ വിവാഹം ഉറപ്പിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ പതിവുള്ള സമ്പ്രദായമാണല്ലോ. അതിൽ അവരെ എന്തിനു പഴിക്കുന്നു? നിനക്ക് കാര്യങ്ങളുടെ കിടപ്പ് മുഴുവൻ അറിയില്ല, അതാണ്. രാജി ഒരു പ്രേമനൈരാശ്യത്തിന്റെ ആഘാതത്തിൽപ്പെട്ട് കിടക്കുകയാണ്. തീ തിന്നാണ് ജീവിക്കുന്നത്. അവളോട് സഹതപിക്കേണ്ട ഈ സന്ദർഭത്തിൽ എൻ്റെ അമ്മ തീയിൽ മണ്ണെണ്ണ ഒഴിക്കുകയാണ്. ഓ, അങ്ങനെയുണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ല. പാപം പെണ്ണ്. അശോക് സാവധാനത്തിൽ തലയാട്ടി. അവൾ വളരെ നിഷ്കളങ്കയാണ്. മദിരാശിയിൽ നൃത്തം പഠിക്കാൻ പോയി. അവിടെ ഒരു സിനിമാ നിർമ്മാതാവുമായി പ്രണയത്തിലായി. 2-3 കുട്ടികളുള്ള ഒരു മധ്യവയസ്കൻ. ഒടുവിൽ എന്തോ കാരണം കൊണ്ട് തെറ്റിപ്പിരിഞ്ഞു. അവൾ കുറെ ഉറക്ക ഗുളിക വിഴുങ്ങി. ഭാഗ്യം കൊണ്ട് മരിച്ചില്ല. അവളുടെ അമ്മാവൻ ശ്രീധരമേനോൻ പോയി കൊണ്ടുവരികയാണുണ്ടായത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കുമാണ് എൻ്റെ അമ്മയുടെ ഈ ദുരാലോചന. എങ്ങനെ വരാതിരിക്കും ദേഷ്യം? ഓഹോ, കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. പുതിയ അറിവ് നേരിയ ഒരു ഞെട്ടൽ തന്നെ സൃഷ്ടിച്ചു. രാജിയുടെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ തോന്നിയിരുന്നു എന്തോ അവളെ അലട്ടുന്നുണ്ടെന്ന്. പക്ഷെ സംഗതി ഇങ്ങനെ വല്ലതുമായിരിക്കുമെന്ന് കരുതിയതേയില്ല. പ്രേമനൈരാശ്യം അതെങ്ങനെയാവാൻ സംഭവിച്ചിരിക്കുക? ശുദ്ധിയുടെ അവതാരമായ അവളുമായി ആർക്കെങ്കിലും തെറ്റാൻ കഴിയുമോ? ആവോ, മനുഷ്യർ പലതരക്കാരാണല്ലോ. എന്നാലും അശോകിന്റെ ക്ഷോഭം ഇപ്പോൾ മനസ്സിലാവുന്നു. അത്ര ഹൃദയമില്ലാത്ത സ്ത്രീയാണോ അവന്റെ അമ്മ? ആവണമെന്നില്ല. ഒരുപക്ഷെ പ്രേമനൈരാശ്യത്തിന് മറുമരുന്ന് വിവാഹമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കാം. പലർക്കും ഉള്ളതാണല്ലോ അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ. എന്തോ ആകപ്പാടെ വിചിത്രമായി തോന്നുന്നു. ബോട്ടിന്റെ വിസിൽ അടുത്തെത്താറായി തുടങ്ങി. അശോക്, എനിക്കൊരു സംശയം. എന്താത്? നിങ്ങളുടെ സമ്പ്രദായങ്ങളൊന്നും എനിക്കറിയില്ല. എങ്കിലും നിന്റെ അച്ഛന്റെ സഹോദരന്റെ മകളുടെ മകളല്ലേ രാജി? നിങ്ങൾ തമ്മിൽ വിവാഹം ആചാരപ്പടി സാധ്യമാണോ? ആചാരമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ അതൊരു പ്രശ്നമല്ല. രാജി ശരിക്കും വല്യച്ഛന്റെ ദൗഹിത്രി അല്ല. കൃത്യമായി പറഞ്ഞാൽ അവർ തമ്മിൽ യാതൊരു രക്തബന്ധവുമില്ല. ജിം അത്ഭുതപ്പെട്ടു. രാജിയുടെ അമ്മ ഗ്രാൻഡ് കുറുപ്പിന്റെ മകളല്ലേ? അപ്പോൾ പിന്നെ? അല്ല, അശോക് വിശദീകരിച്ചു. ഭാര്യയുടെ മകൾ മാത്രമാണ്. വല്യച്ഛന്റെ ഭാര്യയ്ക്ക് ആദ്യ ഭർത്താവിലുണ്ടായ മകൾ. ഓഹോ, ആ രക്തബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ ശരിയല്ല. രാജിയുടെ അച്ഛൻ വല്യച്ഛന്റെ മരുമകനാണ്. ഇപ്പോൾ കുഴമറി മുഴുവനായി. ജിം കൈമലർത്തി. ഞാൻ ചോദിക്കരുതായിരുന്നു. അപ്പോൾ ശ്രീധർ മേനോൻ? അദ്ദേഹവും വല്യച്ഛന്റെ മകനല്ല. വല്യച്ഛന് സന്തതികളേയില്ല. 3 കുട്ടികളുള്ള ഒരു വിധവയാണ് വല്യച്ഛൻ കല്യാണം കഴിച്ചത്. ആ കുട്ടികളെയാണ് ഇപ്പോൾ സ്വന്തം മക്കളായി കണക്കാക്കുന്നത്. സ്വത്ത് മുഴുവൻ അവർക്ക് പോകുമോ എന്നാണ് അമ്മയുടെ ഭയം.
മക്കളായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതല്ലേ ന്യായം. ന്യായമാര് വകവയ്ക്കുന്നു? ഓ, അതൊക്കെ പോയി തുലയട്ടെ. ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താ? കല്യാണത്തിൽ നിന്ന് ഒഴിവാവണം, അത്രയല്ലേ ഉള്ളൂ. അതിനെന്താ ഇത്ര പ്രയാസം? സാധ്യമല്ല എന്ന് പറഞ്ഞേക്കുക. നിനക്കത് എളുപ്പത്തിൽ പറയാം, പക്ഷെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വളരെ കെട്ടുറപ്പുള്ളതാണ്. ഭാരിച്ച സമ്മർദ്ദങ്ങളായിരിക്കാം ഉണ്ടാവുക. നിനക്ക് ഭയമാണോ? ഭയമോ? എനിക്കോ? അശോക് പുച്ഛിച്ച് ചിരിച്ചു. ഭയമൊന്നുമില്ല. ഒരു പൊട്ടിത്തെറി കൂടാതെ എങ്ങനെയാ ഒഴിഞ്ഞു മാറുക എന്നേ പ്രശ്നമുള്ളൂ. ബോട്ടിന്റെ ഒച്ച സംഭാഷണത്തിന് തടസ്സമായി. കരയ്ക്കടുത്തു തുടങ്ങി. ഉറക്കം തൂങ്ങി നിന്നിരുന്ന ജെട്ടി പെട്ടെന്നുണർന്നു. എവിടെ നിന്നാണെന്നറിഞ്ഞില്ല. ആളുകൾ നിറഞ്ഞു. റോഡിന്റെ അരികിൽ കിടന്ന ടാക്സികളും ബേച്ചകളും മുറ്റത്തേക്ക് കയറി വന്നു. ബേച്ചകൾ കാണുമ്പോഴൊക്കെ കൗതുകത്തോടെ നോക്കിയിരിക്കാൻ തോന്നും. മനുഷ്യൻ വഹിച്ചുകൊണ്ടു പോകുന്ന വിചിത്രമായ ഏർപ്പാട്. ബോട്ടിന്റെ ശബ്ദം പെട്ടെന്ന് നിലച്ചു. കരയ്ക്കടുക്കുകയാണ്. ജനങ്ങളുടെ ഒരു പ്രളയം തന്നെ ബോട്ടിലേക്ക് ഒഴുകി. ഇത്രയും ചെറിയ ബോട്ടിൽ ഇത്രയും ജനങ്ങൾ എങ്ങനെ കയറുന്നു? ചീനന്മാരാണ് ഒട്ടുമുക്കാലും. സ്ത്രീകളും കുട്ടികളുമുണ്ട്. മിക്കവരുടെയും കയ്യിൽ കുട്ടകളുമുണ്ട്. ആമോയ് തെരുവിലെ ചന്തയിലേക്ക് പോകുന്നവരാവണം. പെട്ടെന്നാണ് പരിചയമുള്ള ഒരു രൂപം കണ്ണിൽപ്പെട്ടത്. ഭാസ്കർ കുറുപ്പ്. കൂടെ വേറെ 2 പേരുണ്ട്. തടിച്ചു കുള്ളനായ ഒരു ചീനനും കഷണ്ടി കയറിയ ഒരു ഇന്ത്യക്കാരനും. അശോക്, ജിം സുഹൃത്തിനെ തോണ്ടി. നോക്ക്, നിന്റെ സഹോദരൻ. അശോക് തലമുടി കൈകൊണ്ട് മാടി അലസമായി ഒതുക്കി. ഓ, കൂടെയുള്ളത് ആരാ? ഒന്നെന്റെ അമ്മാവനാണ്, നേരത്തെ പറഞ്ഞ ഡിക്കൻസ് കഥാപാത്രം. മറ്റേത് മിസ്റ്റർ ഹോക്കാണെന്ന് തോന്നുന്നു, ഹോട്ടൽ രാജാവ്. ജാലാൻ സുൽത്താന്റെ മൂലയ്ക്കിൽ പുതിയൊരു ഹോട്ടൽ കെട്ടിടം ഉയരുന്നില്ലേ, അതിന്റെ ഉടമസ്ഥൻ. ഓ, മുൻപിലെത്തിയപ്പോഴേ മിസ്റ്റർ ഭാസ്കർ കുറുപ്പ് കണ്ടുള്ളൂ. നിങ്ങളെന്താ ഇവിടെ? ചുമ്മാ. ജിം തോൾ കുലുക്കി. എവിടെ പോയി വരുന്നു? ഒരു സവാരി പോയി. ഓക്കെ, പിന്നെ കാണാം. ചീനനും അശോകന്റെ അമ്മാവനും മുൻപേ നടന്നത് കൊണ്ടാവാം ഭാസ്കർ കുറുപ്പ് ബന്ധപ്പെട്ട് സ്ഥലം വിട്ടത്. അശോക് ഇങ്ങനെ ഒരാൾ തന്റെ മുൻപിൽ നിൽക്കുന്നുണ്ടെന്ന ഭാവം പോലും നടിച്ചു കണ്ടില്ല. സവാരി പോയതൊന്നും അല്ല. അശോക് ചേട്ടനെ അവജ്ഞയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. യുദ്ധക്കളം സന്ദർശിക്കാൻ പോയതാണ്. യുദ്ധക്കളമോ? അതെ. ഇനി റെസ്റ്റ് ഹൗസിലെ ബാറിൽ യുദ്ധസമിതി സമ്മേളനം ചേരും. പിരിഞ്ഞുപോയ ജനക്കൂട്ടത്തിൽ നിന്ന് വേർതിരിഞ്ഞ് നിരത്തു മുറിച്ചു കടക്കുകയാണ് കുറുപ്പും കൂട്ടുകാരും. ചീനൻ വെണ്ണ ഉരുളുന്നത് പോലെയാണ് നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയും. അരിമുഖത്തുള്ള ആ തുരുത്തില്ലേ, അത്. അശോക് ചൂണ്ടിക്കാട്ടി. പുലാവ് നൂറി. അവിടെ വലിയൊരു ഹോട്ടലും മറ്റും പണിയാനാണ് ചേട്ടന്റെ പ്ലാൻ. അതിനാണ് ചീനനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. സ്ഥലം കാണിച്ചു കൊടുക്കാൻ പോയിട്ട് വരികയാവണം. അവിടെ വസ്തുക്കളുണ്ടോ ചേട്ടന്? ചേട്ടനില്ല, വല്യച്ഛനുണ്ട്. കുറേയേറെയുണ്ട്. അതിനെ പിടിച്ചാണ് യുദ്ധം ആരംഭിക്കാൻ പോകുന്നത്. അശോക് പെട്ടെന്ന് നിവർന്നിരുന്നു. അതൊക്കെ പോയി തുലയട്ടെ. എനിക്ക് പോകണം, നേരമായി. ഞാനാണിപ്പോൾ ഔദ്യോഗിക ഡ്രൈവർ. പപ്പഡോക് പറഞ്ഞു. ലിഫ്റ്റ് തരാൻ സാധിക്കാത്തതിൽ സോറി. കോലാലംപൂരിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ കാണാം. അശോക് എഴുന്നേറ്റു. വാ, നിന്നെ വേണമെങ്കിൽ ഗുരുവിന്റെ വീട്ടിൽ ഇറക്കിത്തരാം. വേണ്ട. ജിം എഴുന്നേറ്റു. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ കുറച്ച് കറങ്ങണം. അശോക് ജെട്ടിയിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ജിമ്മും ഒപ്പം ഇറങ്ങി. നല്ല വെയില്. കടൽച്ചെടിയുടെ ദുർഗന്ധമുള്ള ഉപ്പുകാറ്റ് റോഡിലെ പൊടിയും കടലാസും പെട്ടെന്ന് അടിച്ചു പറപ്പിച്ചു. അല്പമകലെ തെരുവിന്റെ മൂലയിൽ ഉയർന്നു വരുന്ന ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എന്തോ പറന്നു വീണു. ഓലയോ കടലാസോ മറ്റോ. അതാണ് ആ പോയ ചീനന്റെ ഹോട്ടൽ. അതെ, പണി തീരുമ്പോൾ അതൊരു 50 നില കെട്ടിടമാകും. തഞ്ചോങ് ബസാറിലെ ആദ്യത്തെ അമ്പരചുംബി. ജിം. അശോക് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് നാടകീയമായി പറഞ്ഞു. ഈ ചെറിയ നഗരം ഒരു ലാസ് വേഗാസോ മോൺട്രി കാർലോവോ ആയി തീർന്നാൽ നിനക്ക് എന്തു തോന്നും? എന്നുവെച്ചാൽ ഹോട്ടൽ മാത്രമല്ല ഹോക്ക് തുടങ്ങുന്നത്. കാസിനോവും ഉണ്ട്, ക്യാബറയുണ്ട്, മറ്റു പലതുമുണ്ട്. ഹോക്കിന്റെ പിന്നാലെ മറ്റുള്ളവരും എത്തും. അമ്പരചുംബികളും നിയോൺ പരസ്യങ്ങളും പരസ്യമായ വ്യഭിചാരവുമുള്ള വലിയൊരു സിറ്റിയായി കൂടുന്നില്ല. അല്ല, ആവുക തന്നെ ചെയ്യും. ഈ കൊച്ചു പട്ടണം
അതിനുള്ള സാധ്യത ധാരാളമാണ്. അത് വലിയൊരു ദുരന്തമായിരിക്കും. ജിം വീണ്ടും ഹോട്ടൽ കെട്ടിടത്തിന്റെ നേരെ നോക്കി. അതെ, വലിയ ദുരന്തം. പക്ഷെ അത്രത്തോളമൊക്കെ എത്തുമോ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. ആയില്ലെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് നഗരമാക്കാനുള്ള നീക്കമുണ്ടെന്നത് തീർച്ച. പുലാവ് നൂറിയിലെ മനോഹരമായ ബീച്ച്, തോണി കളിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ. ഇതാ ഇപ്പുറത്ത് തഞ്ചോങ് ബസാറിലെ കുന്നുകളിൽ ബംഗ്ലാവുകൾ. മലേഷ്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. ദൈവം തഞ്ചോങ് ബസാറിനെ രക്ഷിക്കട്ടെ. അശോക് പോയ ശേഷവും കുറച്ചിട ജിം റെസ്റ്റ് ഹൗസിന്റെ മുൻപിൽ അങ്ങനെ നിന്നു. ചുമന്ന അലകുകളുള്ള കാറ്റാടി പതുക്കെ തിരിഞ്ഞുകൊണ്ടിരുന്നു. വലിയൊരു ചെമ്പരത്തിപ്പൂവാണെന്ന് തോന്നും. ടവർ ക്ലോക്കിൽ മണി 10:25. റോഡിലൂടെ ഒരുപറ്റം സൈക്കിളുകൾ കടന്നുപോയി, ഒന്നോ രണ്ടോ കാറുകളും. കാലുറയുടെ കീശയിൽ കൈതിരികി പതുക്കെ ഫുട്പാത്തിലൂടെ നടന്നു. ചീനന്റെ ഹോട്ടൽ കെട്ടിടം അകലെയല്ലാതെ തല ഉയർത്തി നിൽക്കുന്നു. 4ഓ 5ഓ നിലയേ ആയിട്ടുള്ളൂ. 9 നില ഉയരും. സാൻ ഫ്രാൻസിസ്കോവിലോ ന്യൂയോർക്കിലോ ആണെങ്കിൽ 9 നില തീരെ നിസ്സാരമാണ്. ഇവിടെ അതല്ല. 2 നില മാത്രമുള്ള വരിവരിയായി നിൽക്കുന്ന ഓടിട്ട് കെട്ടിടങ്ങൾക്കിടയിൽ 9 നില മാളിക ജിറാഫിന്റെ കഴുത്തുപോലെ ഉയർന്നു നിൽക്കും, അല്ലെങ്കിൽ കുത്തി വീർത്ത വിരല് പോലെ. നിഷ്കളങ്കമായ ഈ കൊച്ചു പട്ടണത്തിന്റെ തലയിൽ പാതി അടിച്ചിറക്കിയ ഇരുമ്പാണി പോലെ. അശോക് പറഞ്ഞത് ശരിയാണ്. ഇതൊരാരംഭം മാത്രമാണ്. ലാസ് വേഗാസോ ചിക്കാഗോവോ പോലെ ആയില്ലെങ്കിലും ഇവിടെയും കുറച്ചു അമ്പരചുംബികൾ ഉയരും. ജീവിതത്തിലെ ലാളിത്യത്തെ തിന്നൊടുക്കുന്ന ചിതൽപുറ്റുകളുടെ മുന്നോടിയാണ് ഈ കെട്ടിടം. ഇതിന്റെ പിറകെ മനുഷ്യ ചിതൽപുറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉയരും. അത്താപ്പുപുരയിൽ താമസിക്കുന്ന ഗുരുവിന്റെ കൊച്ചു നഗരമാണിപ്പോഴിത്. പാവനമായ മാനുഷിക മൂല്യങ്ങളെ തികച്ചും കളഞ്ഞു കുളിച്ചിട്ടില്ലാത്ത ചെറിയ പട്ടണം. സ്മോൾ ടൗൺസ് ആർ സ്മൈൽ ടൗൺസ്. ആരാണത് പാടിയത്? നാറ്റ് കിങ് കോൾ? ഓർമ്മയില്ല. അക്ഷരം പ്രതി ശരിയാണ്. ഗ്രാമഭംഗികൾ നഷ്ടപ്പെട്ടു തുടങ്ങിയ ലോകത്തിന് പിടിച്ചു നിൽക്കാവുന്നത് കൊച്ചു നഗരങ്ങളിലാണ്. പക്ഷേ രക്ഷയില്ല. വൻ നഗരമാവാനാണ് കൊച്ചു നഗരങ്ങളുടെ അഭിലാഷം. നഗരങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. രക്ഷയില്ല. വെള്ളവും വെളിച്ചവും ഉള്ളിടത്തെല്ലാം കൂറ്റൻ നഗരങ്ങൾ വളരുന്നു. പുഴവക്കത്ത്, തടാകത്തിന്റെ തീരത്ത്, കടൽക്കരയിൽ, മലഞ്ചെരുവുകളിൽ, മൈതാനങ്ങളിൽ. സ്ഥലമില്ലാതാവുമ്പോൾ വെള്ളവും വെളിച്ചവും ഇല്ലാത്തിടത്തേക്കും വ്യാപിക്കുന്നു. വെള്ളം കുഴലിൽ പിന്തുടരുന്നു, വെളിച്ചം കമ്പികളിലും. ന്യൂയോർക്ക്, ചിക്കാഗോ, ലണ്ടൻ. ചുവന്ന ഇഷ്ടിക പുറ്റുകൾ, നരച്ച കോൺക്രീറ്റ് പുറ്റുകൾ. അവയ്ക്ക് മീതെ കമിഴ്ത്തിയ ആകാശത്തിന്റെ ലോകത്തൊപ്പിക്കുള്ളിൽ ശബ്ദങ്ങൾ, വിദ്യുത് തരംഗങ്ങൾ, വിഷധൂമ പടലങ്ങൾ, അഴുക്ക് ചാലുകൾ, അഴുക്കു പുഴകൾ, അഴുക്കു കുന്നുകൾ. ഭൂമിയുടെ ചീഞ്ഞു നാറുന്ന വ്രണം, വ്രണത്തിലെഴയുന്ന കൃമികൾ, ഭയചകിതരായ അനേക ലക്ഷം മനുഷ്യ ചിതലുറുമ്പുകൾ. വെളുത്ത ഉടൽ, വിളറിയ മുഖം. പരക്കം പായുകയാണ്. ഇടവഴികളിൽ, നീർച്ചാലുകളിൽ, മാളങ്ങളിലൂടെ പായുന്ന നൂലോടങ്ങളിൽ ഇര തേടിക്കൊണ്ട്, പണം തേടിക്കൊണ്ട് തമ്മിലടിക്കുന്നു, തല പൊളിക്കുന്നു, ഒന്നൊന്നിനെ വിഴുങ്ങുന്നു. പുറ്റുകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം ഭാരം വഹിച്ച് ഇഴയാൻ പോലും വയ്യാതെ കിടന്ന കിടപ്പിൽ ചത്ത ചരിത്രാതീത കാലത്തെ കാട്ടുജന്തുക്കളെ പോലെ വളർന്നു വളർന്ന് ചാവുന്നു. ഒരു കുഴലിൽ ചലിക്കുന്ന ലോകം, ഒരു കമ്പിയിൽ സ്പന്ദിക്കുന്ന ജീവിതം. എവിടെയെങ്കിലും ഒരു കമ്പി മുറിഞ്ഞാൽ മാളങ്ങളിലെ തീവണ്ടികളിൽ എത്ര പേർ, അമ്പരച്ചുംബികളിലെ എലിവേറ്ററുകളിൽ എത്ര പേർ, എയർ കണ്ടീഷനിങ് നിലച്ച വായുവില്ലാത്ത ഗുഹകളിൽ എത്ര പേർ. നവംബർ 9, 1965. 5 കൊല്ലങ്ങളായിട്ടില്ല. ലോകം മറന്നു കഴിഞ്ഞു. ലോകം അപകടമറിയാത്ത ചിതലുകൾ പുളഞ്ഞുകൊണ്ടേയിരുന്നു. ഇനിയൊരു ദിവസം ഒരു കുഴലുടഞ്ഞാൽ നഗരത്തിന്റെ തൊണ്ട വരളുന്നു, കുടലുകൾ ദ്രവിക്കുന്നു. ഒരു കുടന്ന വെള്ളത്തിനു വേണ്ടി 1000 പേർ കുത്തി മരിക്കുന്നു. ഉണക്കിപ്പൊള്ളച്ച ശവങ്ങൾ കൊണ്ട് തെരുവ് മൂടുന്നു. മരവിച്ച മൂകത അന്തരീക്ഷത്തിൽ കറുത്ത കഴുകനെ പോലെ ചിറകു വിരിച്ചു നിൽക്കുന്നു.
യുദ്ധങ്ങളില്ലാത്ത, വെടിവെപ്പില്ലാത്ത, അണുകുണ്ടുകളില്ലാത്ത ഒരു ജനത ചത്തടിയുന്നു. ഒരു നഗരം തകർന്നടിയുന്നു. എവിടെയോ ഒരു പമ്പ് നിശ്ചലമായി പോലും. വ്രണം പഴുത്ത് ചീഞ്ഞളിഞ്ഞ് ഉടലാകെ നശിപ്പിക്കുന്നു. നഗരം ഭൂമിയുടെ അർബുദമാണ്. പ്രകൃതിയുടെ കവിളത്ത് മൊട്ടിട്ട മനോഹരമായ മുഖക്കുരു മാത്രമായി തഞ്ചോങ് ബസാറും അർബുദമായി ചീഞ്ഞളിഞ്ഞു പടരുമോ? ജിം എളിയിൽ കൈകുത്തി ഹോട്ടൽ കെട്ടിടത്തിന്റെ മുകളിലേക്ക് തുറിച്ചു നോക്കി. കാന്നസ് അവന്യൂവിലൂടെ കാറുകളുടെ ഉഗ്രമായ ചീറലും പുകയിൽ മൂടിയ തുറമുഖത്തെ കപ്പലുകളുടെ കഠോരമായ കുഴലൊലിയും നോബ് ഹില്ലിൽ നിന്ന് പാവൽ സ്ട്രീറ്റിലൂടെ ഉരസിയിറങ്ങുന്ന കേബിൾ കാറുകളുടെ പരുഷമായ കടകടാരവും ചെവികളിൽ മുഴങ്ങുന്നുണ്ടെന്ന് തോന്നി. അറിയാതെ തന്നെ ചെവി രണ്ടും പൊത്തിപ്പോയി. 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. 2-ാം അധ്യായമായി വേഗമെത്താം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി.